നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വക്കീൽ എങ്ങനെയാകണം, ആകാതിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വക്കീൽ, ലോയർ അഥവാ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് നിയമം പഠിച്ച് അത് പരിശീലനം നേടി കോടതിയിൽ മറ്റൊരാൾക്ക് വേണ്ടി വാദിക്കാനും നിയമസഹായം നൽകാനും അധികാരമുള്ളൊരു വ്യക്തിയാണ്. വക്കീലിൻ്റെ പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള നിയമപരമായ മാർഗം പറഞ്ഞു കൊടുക്കുക. കുറ്റം ചുമത്തപ്പെട്ടവർക്കോ നീതി തേടുന്നവർക്കോ വേണ്ടി കോടതിയിൽ വാദം നടത്തുന്നു. കരാറുകാർ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ട് പ്രശ്നങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്നവർ പ്രോപ്പർട്ടി രേഖകൾ തുടങ്ങിയവയുടെ നിയമരേഖകൾ തയ്യാറാക്കുന്ന ആളാണ്. നിയമം പാലിച്ച ഒരാൾക്കും അനീതി ഉണ്ടാകാതിരിക്കാൻ പ്രവർത്തിക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യണം. പൊതുവായി പറഞ്ഞാൽ, ഒരാൾക്ക് രോഗം വന്നാൽ ഡോക്ടർ സഹായിക്കുന്നത് പോലെ നിയമപ്രശ്നം വന്നാൽ വക്കീൽ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു വക്കീൽ നിയമം അറിയുന്ന, അത് ഉപയോഗിക്കുന്ന, ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരാളാണ്. വക്കീലിൻ്റെ പ്രൊഫഷണൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഭരണഘടന, നിയമങ്ങൾ, കോടതി വിധികൾ, പുതിയ നിയമ ഭേദഗതികൾ എന്നിവയിൽ ആഴത്തിലുള്ള അറിവ് ഉണ്ടാകണം. നിയമത്തിൽ വരുന്ന മാറ്റങ്ങൾ നിരന്തരം പഠിക്കണം. സ്വയം നിയമം ലംഘിക്കാതെ പ്രവർത്തിക്കുക. നിയമത്തെ തെറ്റായി ഉപയോഗിക്കാതെ നീതി പുലർത്തുക. ക്ലയൻറ്റിനോടുള്ള ഉത്തരവാദിത്തം പാലിക്കണം. ക്ലയൻറ്റിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക. അദ്ദേഹത്തിൻ്റെ താല്പര്യം പാലിക്കുക. എന്നാൽ നിയമ പരിധിക്കുള്ളിൽ മാത്രമേ അത് ചെയ്യാവൂ. തെറ്റായ വാഗ്ദാനങ്ങൾ ചെയ്യാതെ യഥാർത്ഥത്തിൽ കഴിയുന്നത് മാത്രം ചെയ്യുകയും പറയുകയും ചെയ്യുക. കോടതിയോടുള്ള ഉത്തരവാദിത്തം പാലിക്കണം. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കരുത്. വ്യാജ തെളിവുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ജഡ്ജിയോട് ആദരവോടെ പെരുമാറുക. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഉറപ്പായും പാലിക്കണം. നിയമത്തിൻ്റെ മുഖേന നീതി നടപ്പാക്കുക. പാവപ്പെട്ടവർക്കും ദുർബലർക്കും നിയമസഹായം ലഭിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കുക. പ്രൊഫഷണൽ ചട്ടങ്ങൾ പാലിക്കുക. ബാർ കൗൺസിൽ നിശ്ചയിച്ചിരിക്കുന്ന നിയമവൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ടും കേസുകൾ നടത്തുക. കേസ് പരിശോധിക്കുമ്പോൾ എല്ലാ വശവും പരിശോധിച്ച് ശക്തവും ദുർബലവുമായ വാദങ്ങൾ തിരിച്ചറിയണം. എതിർവാദം കേട്ടാലും മനസ്സ് മാറാതെ വസ്തുതാപരമായ തീരുമാനങ്ങൾ എടുക്കണം. അനീതിയായ മാർഗങ്ങളിലൂടെ കേസ് ജയിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഒരു വക്കീലിൻ്റെ പ്രൊഫഷണൽ ഉത്തരവാദിത്തം നിയമത്തെ ബഹുമാനിച്ച് ക്ലയൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും കോടതിയോടും സമൂഹത്തോടും നീതി പുലർത്തുകയും ചെയ്യണം. ക്ലയൻറ്റിനോടും കോടതിയോടും സത്യസന്ധമായിരിക്കണം. കേസ് ജയിക്കാൻ തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാതെ നിയമപരമായും നീതിപരമായും മാത്രം പ്രവർത്തിക്കുക. കോടതിയിൽ വാദിക്കുമ്പോൾ വാക്കുകൾ വ്യക്തവും ശക്തവുമായിരിക്കണം. കോടതി നടപടികൾ ചിലപ്പോൾ നീണ്ടുപോകും. നിരാശപ്പെടാതെ മുന്നോട്ട് പോകണം. കോപം, വികാരം, സമ്മർദ്ദം എന്നിവയെ നിയന്ത്രിക്കണം. വലിയ സമ്മർദ്ദങ്ങൾ, ഭീഷണികൾ, സ്വാധീനങ്ങൾ എന്നിവയ്ക്കിടയിലും ശരിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാക്ഷികളെ ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി പുറത്തു കൊണ്ടുവരിക്കണം. സത്യത്തെ മറച്ചുവെച്ച് കേസ് ജയിക്കുന്നതിനേക്കാൾ സത്യം തെളിയിച്ച് നീതി തേടുക തന്നെയാണ് ഒരു വക്കീലിൻ്റെ അഭിമാനം. നല്ലൊരു വക്കീൽ കേസ് ജയിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം അടങ്ങിയിരിക്കാതെ നീതി നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണം. ഒരു വക്കീൽ നിയമം അറിയുന്നവൻ എന്നതിലുപരി നീതി പാലിക്കുന്നവൻ ആയിരിക്കണം അദ്ദേഹം. ഒരു വക്കീലിന് ഉണ്ടാകാതിരിക്കേണ്ട സ്വഭാവങ്ങളും പ്രവൃത്തികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വക്കീൽ നിയമത്തെ വെട്ടിച്ച് സ്വന്തം ലാഭം മാത്രം നോക്കുന്നവനായി ഒരിക്കലും മാറരുത്. സത്യത്തെ മറച്ചു വെക്കുന്നവൻ തെറ്റായ തെളിവുകൾ ഉണ്ടാക്കുകയും സാക്ഷികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. കോടതിയിൽ വ്യാജവാദങ്ങൾ അവതരിപ്പിക്കുന്നത് തെറ്റാണ്. ക്ലയൻറ്റിനെ ചൂഷണം ചെയ്യുന്നവനാകരുത്. ചെറിയ കേസിനും അനാവശ്യമായി വലിയ ഫീസ് വാങ്ങരുത്. ഫീസ് കിട്ടിയ ശേഷം കേസ് അവഗണിക്കരുത്. ക്ലയൻറ്റിൻ്റെ രഹസ്യ വിവരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ സ്വകാര്യ വിവരങ്ങൾ സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കുകയോ ചെയ്യരുത്. തെറ്റായ ആളുകളെ രക്ഷിക്കാൻ ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കരുത്. കുറ്റക്കാരനെ കുറ്റവിമുക്തനാക്കാൻ അനീതിപരമായ മാർഗങ്ങൾ സ്വീകരിക്കരുത്. ഇവയൊന്നും ഒരിക്കലും നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ല എന്ന ബോധമുണ്ടായിരിക്കണം. കേസ് ജയിച്ചതിൻ്റെ മികവ് കൊണ്ട് അഭിമാനപൂർവ്വം മനുഷ്യബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അധികാരസ്ഥാനവും ബന്ധങ്ങളും ഉപയോഗിച്ച് അനധികൃത സ്വത്തുകൾ സമ്പാദിക്കരുത്. ഇതൊക്കെ നിഷിദ്ധമാണെന്ന് എപ്പോഴും ഓർക്കണം. ക്ലയൻറ്റിൻ്റെ പ്രശ്നത്തെ മനസ്സിലാക്കാതെ ഇതെൻ്റെ ജോലി മാത്രമാണെന്ന മനോഭാവം ഒരിക്കലും നല്ലതല്ല. കേസ് തയ്യാറാക്കുന്നതിൽ മടി കാണിക്കുകയോ സമയപരിധി പാലിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്നും മനസ്സിലാക്കണം. കോടതിയുടെ മാന്യത കെടുത്തുന്ന പ്രവൃത്തികളൊന്നും ചെയ്യരുത്. കോടതിയിൽ അനാവശ്യ വാക്കുകൾ, അശ്രദ്ധമായ പെരുമാറ്റം, ജഡ്ജിനോടോ എതിർവാദിയോടോ അപമാനകരമായ ഭാഷ ഇവയൊന്നും മാന്യതയ്ക്ക് നിരക്കുന്നതല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു വക്കീൽ
നീതി, സത്യസന്ധത, മാന്യത എന്നിവ നഷ്ടപ്പെടുത്തുന്നവൻ ആകരുത്. നിയമം ഒരു ആയുധമല്ല, ഒരു കരുത്തായ സംരക്ഷണമാണെന്ന ബോധം എല്ലായ്പ്പോഴും ഉണ്ടാകണം. ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എങ്ങനെയാകണമെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.